ഏതാനും തെരഞ്ഞെടുത്ത സമ്പന്നർക്ക് രാജ്യത്തിന്റെ മുഴുവൻ പണവും വിഭവങ്ങളും ലഭിക്കുന്ന മാതൃകയാണ് BJP പിന്തുടരുന്നതെന്ന്. എന്നാൽ കോൺഗ്രസിന്റെ മാതൃകയിൽ പണം പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പോക്കറ്റുകളിലേക്കുമാണ് എത്തുന്നതെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രേഖകളില്ലാത്ത വർഷങ്ങളായി താമസിക്കുന്നവർക്ക് ആ സ്ഥലങ്ങൾ റവന്യൂ വില്ലേജുകളായി പ്രഖ്യാപിച്ച് നിയമപരമായി അംഗീകാരം നൽകിയ ചടങ്ങായിരുന്നു ഇത്. ഇതിലൂടെ 1 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പട്ടയ വിതരണം ചെയ്തു. കോൺഗ്രസ് പാർട്ടി സർക്കാർ 2 വർഷം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. 5 ഗ്യാരണ്ടികളാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. കോൺഗ്രസ് പാർട്ടിക്ക് അത് നിറവേറ്റാൻ കഴിയില്ലെന്ന് BJP ആളുകൾ പറയുകയും ചെയ്തു. ഇത് നടക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാർ നടപ്പിലാക്കിയ 5 ഗ്യാരണ്ടി പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു. കർണാടകയിലെ പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പണം നിക്ഷേപിക്കുന്നുവെന്നും നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് ആയിരക്കണക്കിന് കോടി രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്നുണ്ടെന്നും ഈ പണം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും നിങ്ങൾ ഉപയോഗിക്കണമെന്നും BJPയുടെ മാതൃകയിൽ മുഴുവൻ പണവും 2-3 ശതകോടീശ്വരന്മാർക്ക് നൽകുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു.